എന്തു പറ്റി ചിത്ര? നിന്റെ സ്വന്തം ഭർത്താവ് വീട്ടിലേക്ക് വന്നിട്ട് ആ മുഖത്ത് സന്തോഷമല്ലല്ലോ, പകരം ടെൻഷനാണല്ലോ. ബാംഗ്ലൂരിലേക്ക് ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞു പോകുന്ന ഞാൻ ഉടനെ ഒന്നും തിരിച്ചു വരില്ല എന്ന് കരുതിയല്ലേ? വിപിൻ ഒരു ചിരിയോടെ ചോദിച്ചപ്പോൾ ചിത്രയുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിപ്പോയി. അവൾക്കാകെ പരിഭ്രമമായി. കഴിഞ്ഞ ദിവസമാണ് വിപിൻ വന്ന് പറയുന്നത് തിങ്കളാഴ്ച ബാംഗ്ലൂരിലേക്ക് പോകൂ എന്ന്. ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, ഒരാഴ്ചയിൽ കൂടുതൽ അവിടെ തന്നെ തങ്ങേണ്ടി വരും. നീ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പുറത്തെ വീട്ടിലെ നാൻസി ആൻറ്റിയുടെ മകളോട് ഇവിടെ വന്ന് രാത്രിയിൽ കിടക്കാൻ പറയാമെന്നെല്ലാം പറഞ്ഞ് ചിത്ര അവിടെ തന്നെ നിന്നു. സത്യത്തിൽ അവളുടെ മനസ്സിൽ മറ്റൊരു പ്ലാനായിരുന്നു. വിപിൻ അവിടെ നിന്ന് ഇറങ്ങിയതും അവൾ ഫോണെടുത്ത് മഹേഷിനെ വിളിച്ചു. വിപിൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് മഹേഷ്. കുറച്ച് ദിവസം മുമ്പാണ് വിപിൻ വീട്ടിലുണ്ടാവില്ല എന്ന കാര്യം നാണത്തോടെ അവൾ മഹേഷിനെ അറിയിച്ചത്. ഉടൻ തന്നെ മഹേഷ് അവിടേക്ക് വരാം, ആ ദിവസങ്ങൾ മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. വിപിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മഹേഷിന് അറിയാം. വിപിൻ ഒരു വർക്ക്ഹോളിക്കാണെന്നും അവൻ ജോലി തിരക്ക് കാരണം സ്വന്തം ഭാര്യയായ ചിത്രയെ അധികം തിരിഞ്ഞു നോക്കുന്നില്ല, അതിൽ അവൾക്ക് വലിയ പരാതിയുണ്ട് എന്നും മനസ്സിലാക്കിയ മഹേഷ് പതിയെ ചിത്രയോട് അടുക്കാൻ തുടങ്ങി. വിപിനിൽ നിന്ന് അവൾ ആഗ്രഹിച്ച പലതും മഹേഷ് അവൾക്ക് സാധിച്ചു കൊടുത്തു. പതിയെ വിപിനോടൊരു ദേഷ്യവും മഹേഷിനോട് വല്ലാത്തൊരടുപ്പവും അവൾക്ക് തോന്നി. വിപിൻ അവിടെ ഇല്ലാത്ത അവസരങ്ങളിൽ മഹേഷ് ഫ്ലാറ്റിലെ സ്ഥിരം സന്ദർശകനായി. വിപിൻ നൽകാത്ത ശാരീരിക സുഖവും സന്തോഷവും മഹേഷ് നൽകാൻ തുടങ്ങിയതോടെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പോലും ഓർക്കാതെ ചിത്ര തൻ്റെ ശരീരം മഹേഷിന് സമർപ്പിച്ചു. വിപിൻ ഇതുപോലെയുള്ള ട്രിപ്പുകൾ പോകുന്നത് പതിവാണ്. ആ സമയത്തെല്ലാം ചിത്ര മഹേഷിനെ വിളിച്ചു. അവൻ അവിടേക്ക് വരികയും അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുകയും ചെയ്തു. വിപിൻ പാവമാണ്, അവനെ ബിസിനസ് അല്ലാതെ വേറെ ഒന്നും അറിയില്ല. എനിക്ക് വേണ്ടത് നീയാണ് മഹേഷ് എന്നവൾ ഇടയ്ക്കിടെ പറയുമായിരുന്നു. മഹേഷ് അത് കേട്ട് ചിരിക്കും. അവൻ പണിയെടുത്ത് പണം ഉണ്ടാക്കട്ടെ, അത് നമുക്ക് ആഘോഷിക്കാം. ഇതായിരുന്നു മഹേഷിൻ്റെ മറുപടി. ഇത്തവണയും അതുതന്നെയാണ് സംഭവിച്ചത്. മഹേഷ് അവൻ പോയി. ഇനി ഒരാഴ്ച പേടിക്കാനില്ല. നീ എപ്പോഴാണ് വരുന്നത്? വശ്യമായ ചിരിയോടെ അവൾ ചോദിച്ചു. ഞാൻ 10 മണിക്ക് അവിടെ എത്തും ചിത്രേ, നീ വാതിൽ ലോക്ക് ചെയ്യണ്ട, ഞാൻ വന്നോളാം എന്ന് ഉറപ്പ് കൊടുത്തതാണ് മഹേഷ്. എന്നാൽ അതിനിടയിലാണ് വിപിൻ ഒന്നും മിണ്ടാതെ കയറി വന്നത്. മഹേഷ് പറഞ്ഞ സമയം ആവാറായി. ഏത് നിമിഷവും അവൻ കയറി വരുമെന്ന് ചിത്രയ്ക്ക് അറിയാമായിരുന്നു. അവൾ ആകെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. സത്യത്തിൽ വിപിൻ ഇവർ തമ്മിൽ ഇങ്ങനെയൊരു റിലേഷനുള്ള വിവരങ്ങൾ അടുത്ത ഫ്ലാറ്റിലെ ആളുകൾ വഴി അറിഞ്ഞിരുന്നു. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് എന്നൊരു നാടകം അവൻ കളിച്ചത്. താൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവൾ എന്തായാലും മഹേഷിനെ ഇടയ്ക്ക് വിളിച്ചു വരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാറും കൊണ്ടുപോയി ഫ്ലാറ്റിന് അല്പദൂരം നിർത്തിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ഇവിടേക്ക് തന്നെ വരികയായിരുന്നു. വിപിൻ ഒരിക്കലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാത്തവൾ അവൻ തിരിച്ചു വന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൾക്ക് മഹേഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയാനുള്ള സാവകാശം പോലും കിട്ടിയില്ല. എന്തേ, നീ വിചാരിച്ച ആളല്ല എന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നിയോ? അവളെ കണ്ട് വിപിൻ ചോദിച്ചു. അതോടെ അവന് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അവൻ ഡോറടച്ച് ലോക്ക് ചെയ്തു. മഹേഷിനു വേണ്ടി കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ മഹേഷ് അവിടെ എത്തി. ഒന്നും മിണ്ടാതെ പോയി. ഡോറ് തുറക്കാൻ വിപിൻ ആവശ്യപ്പെട്ടു. ഭയത്തോടെ അവൾ പറഞ്ഞതുപോലെ ചെയ്തു. വാതിൽ തുറന്ന ഉടനെ അവൻ ചിത്രയെ കെട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. ചിത്ര എന്ത് ചെയ്യുമെന്നറിയാതെ മരവിച്ചു നിന്നു. അപ്പോഴാണ് വിപിൻ മുന്നോട്ട് വന്നത്. വിപിനെ അവിടെ കണ്ടത് മഹേഷ് അവളെ തന്നിൽ നിന്ന് തള്ളി മാറ്റി. വിപിൻ, നീ പോയില്ലേ? പെട്ടെന്ന് എന്ത് ചോദിക്കണമെന്നറിയാതെ മഹേഷ് ചോദിച്ചു. മിണ്ടരുത്, നിന്നെ ഞാൻ സഹോദരനെ പോലെയാണ് കണ്ടത്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയെ തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ വർക്ക്ഹോളിക്കാണ്, അവളെ ശ്രദ്ധിക്കുന്നില്ല എന്നും പറഞ്ഞ് അവളാണ് എന്നെ ഇതിലേക്ക് പിടിച്ചിട്ടത്. വിപിൻ ചോദിച്ചപ്പോൾ മഹേഷ് എല്ലാം ചിത്രയുടെ തലയിലേക്കിട്ടു. അതോടെ അവന് വീണ്ടും കിട്ടി. വിപിൻ അവനെ തല്ലിച്ചതച്ചതിനു ശേഷം മഹേഷിൻ്റെ കോളറിൽ പിടിച്ചു. അവനെ പുറത്താക്കി. പിന്നെ വിപിൻ ചിത്രയുടെ നേരെ തിരിഞ്ഞു. നീ എൻ്റെ കൂടെ ജീവിക്കാൻ അർഹതയില്ലാത്തവളാണ്. ഇത്രയും കാലം ഞാൻ നിനക്ക് തന്ന സ്നേഹത്തിന് നീ തന്ന പ്രതിഫലം ഇതാണല്ലേ? ഞാൻ വർക്ക്ഹോളിക് ആയത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? ഈ ഫ്ലാറ്റ് സ്വന്തമായി വാങ്ങാൻ കുറച്ച് പണമൊന്നും അല്ല ചെലവായത്. നമ്മുടെ കുഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിൽ ജനിക്കണമെന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നു. നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ജോലിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. അത്യാവശ്യം സമ്പാദ്യമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യാമെന്നൊരു പൊട്ട ബുദ്ധി എനിക്ക് തോന്നിപ്പോയി. എന്നാൽ നീ എന്നെ മനസ്സിലാക്കാതെ സ്വന്തം സുഖം തേടിപ്പോയി. നിന്റെ ഈ വൃത്തികെട്ട മുഖം എനിക്കിനി കാണണ്ട. നിന്റെ ഡ്രസ്സും എടുത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ചിത്ര കരഞ്ഞുകൊണ്ട് വിപിൻ്റെ കാല് പിടിച്ചു. എനിക്ക് തെറ്റുപറ്റിപ്പോയി വിപിൻ, ക്ഷമിക്ക്. ഇനി ആവർത്തിക്കില്ല. ക്ഷമിക്കാനോ? അവിഹിതം കാണിച്ച നിനക്ക് ഞാൻ എന്തിനു മാപ്പ് തരണം? ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങണം. വിപിൻ അവളുടെ ബാഗെടുത്ത് പുറത്തേക്കെറിഞ്ഞു. അവളെയും ബലമായി പിടിച്ച് പുറത്താക്കി വാതിലടച്ചു. ചിത്ര രാത്രിയിൽ മഴയത്ത് അവിടെ നിന്നു.
അവൾ നേരെ മഹേഷിന്റെ അരികിലേക്ക് ചെന്നു. അവൻ അവിടെ ഉണ്ടാകുമെന്ന് അവൾ കരുതി. മഹേഷിന്റെ ഫ്ലാറ്റിലെത്തി അവൾ വാതിലിൽ മുട്ടി. മഹേഷ് വാതിൽ തുറന്നു. മഹേഷ്, അവൻ എന്നെ പുറത്താക്കി. എനിക്ക് ഇനി നീ മാത്രമേ ഉള്ളൂ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മഹേഷ് അവളെ ഒന്ന് പുച്ഛിച്ചു നോക്കി. നീ എന്താ വിചാരിച്ചത്? ഞാൻ നിന്നെ കെട്ടി കൂടെ നിർത്തുമെന്നോ? സ്വന്തം ഭർത്താവിനെ ചതിച്ച് എന്നെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയ നീ ഏത് തരക്കാരിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. നിന്നെപ്പോലെ ഒരുവളെ എനിക്ക് ആവശ്യമില്ല. ഇവിടെ നിന്ന് പൊയ്ക്കോ. അവൻ അവളുടെ മുഖത്ത് നോക്കി വാതിലടച്ചു. ചിത്ര തകർന്നു പോയി. അവൾ തൻ്റെ അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ വിപിൻ നേരത്തെ തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നു. അച്ഛൻ ഫോണിലൂടെ അലറി. നിന്നെപ്പോലെ ഒരു മകൾ ഞങ്ങൾക്കില്ല. അവിഹിതം നടത്തി കുടുംബത്തിൻ്റെ പേര് നശിപ്പിച്ച നിന്നെ ഈ പടിയേറ്റില്ല. എവിടെയെങ്കിലും പോയി ചാവ്. ഫോൺ കട്ടായി. ചിത്രയ്ക്ക് മുന്നിൽ വഴിയടഞ്ഞു. ചെയ്ത തെറ്റുമോർത്തുകൊണ്ട് നിൽക്കാൻ ഒരിടമില്ലാതെ അവൾ ആ രാത്രിയിൽ വഴിയാധാരമായി. പിറ്റേ ദിവസം രാവിലെ ആ നഗരം ഉണർന്നത് വിഷം കഴിച്ച ഒരു പെണ്ണിന്റെ ശരീരം റോഡരികിൽ നിന്ന് കണ്ടെടുത്തു എന്ന ന്യൂസ് പേപ്പറിലെ തലക്കെട്ട് കണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.